എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. മറ്റ് ചിന്തകളൊന്നും കൂടാതെ ഏകാഗ്രമായി ഒരേ വിഷയത്തിൽ തന്നെ ശ്രദ്ധയർപ്പിച്ച് നടത്തുന്ന ഉപാസനയെയാണ് നമ്മൾ മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. മെഡിറ്റേഷൻ യോഗയുടെ ഒരു ഭാഗമാണ് എന്നും പറയാം. ധ്യാനം എന്നാൽ പരമോന്നത ശക്തിയുമായി ബന്ധപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ ആത്മീയവും വൈകാരികവും ശാരീരികവുമായ ക്ഷേമത്തിനായി ധ്യാനം പരിശീലിക്കുന്നു. ധ്യാനം എന്നത് സ്വയം അവബോധവും ശാക്തീകരണവുമാണ്. ധ്യാനം ഒരു ജീവിത രീതിയാണ്. പുറം ലോകത്തിൽ നിന്ന് നമ്മെ തന്നെ വേർപെടുത്തുവാനും നമ്മുടെ ആത്മാക്കളെ ബന്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. ധ്യാനം ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ശാരീരികമായും മാനസികമായും വൈകാരികപരമായും അതിലേറെ ആത്മീയമായും ഗുണങ്ങൾ ഏറെ ഉണ്ടാവും. ഇനി മെഡിറ്റേഷൻ അഥവാ ധ്യാനം ശീലിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് മെഡിറ്റേഷൻ. നല്ല ഉറക്കം ലഭിക്കുവാനും മെഡിറ്റേഷൻ സഹായിക്കുന്നു. ദിവസവും ഒരല്പം ധ്യാനിക്കാനായി മാറ്റിവെക്കേണ്ടതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സമ്മർദ്ദം കുറയ്ക്കുവാനും ഏകാഗ്രത മെച്ചപ്പെടുത്തുവാനും ഉള്ള മികച്ച മാർഗമാണ് ധ്യാനം എന്ന് പറഞ്ഞുവല്ലോ. ഇന്ന് മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് മാനസിക പിരിമുറുക്കം. ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തിൽ നിന്നും പിരിമുറുക്കത്തിൽ നിന്നുമെല്ലാം കരകയറാൻ പലരെയും സഹായിക്കുന്നത് ധ്യാനം അഥവാ മെഡിറ്റേഷൻ തന്നെയാണ്. അമിത സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയുമെല്ലാം ദിനം പ്രതി എന്നോണം നേരിടുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദിവസവും ഒരല്പനേരം മെഡിറ്റേഷൻ ശീലിക്കാൻ സമയം കണ്ടെത്തണം. ഹാർവാർഡ് സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനം ഉൾപ്പെടെ പല പഠനങ്ങളും ധ്യാനത്തിന് നിരവധി ശാരീരികമായ ഗുണങ്ങളുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കുന്നത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ധ്യാനത്തിന് സാധിക്കും. അത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഉത്കണ്ഠയ്ക്കെതിരെ പോരാടുവാനും വേദനയെ ചെറുക്കാനുമെല്ലാം ഗുണകരവുമാണ്. എല്ലാ ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ധ്യാനിക്കുന്നത് മൊത്തത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുക തന്നെ ചെയ്യും. ധ്യാനം ശീലിക്കുന്നത് ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയിൽ ശാന്തമായും സമാധാനത്തോടെയും കാര്യങ്ങൾ നേരിടാനുള്ള കഴിവ് ഉണ്ടായിട്ടുള്ളതായി കണ്ടുവരുന്നുണ്ട്. കൂടാതെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവും കൈവരിക്കുന്നു. മെഡിറ്റേഷനിലൂടെ ഞാൻ എന്ന ഭാവം സൃഷ്ടിക്കുന്ന പ്രതിരോധത്തെ ലഘൂകരിക്കുവാനും സാധിക്കുന്നു. ഇത് ശാന്തത, വ്യക്തത, ക്ഷമ എന്നിവ വർദ്ധിപ്പിക്കുന്നുണ്ട്. ധ്യാനം നിങ്ങളെ മനസാന്നിധ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുകയും ഉത്കണ്ഠയെ കൂടുതൽ ലഘൂകരിച്ചുകൊണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ബോധപൂർവമായ ജീവിതമാണ് നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നത്. നിങ്ങളുടെ ദൈനംദിന ഊർജങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മെഡിറ്റേഷൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ നിമിഷം ആ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക. അല്ലാതെ പഠിക്കുമ്പോൾ മനസ്സ് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തു തന്നെയായാലും കൂടുതൽ സങ്കീർണമായേക്കാം. മെഡിറ്റേഷൻ ശീലിക്കുന്നത് മനസ്സിനെ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്നു. ഉറക്ക പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ധ്യാനം പതിവാക്കുന്നത് മൂലം അവർക്ക് നല്ല ഉറക്കം ലഭിക്കുന്നതായിരിക്കും. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മെഡിറ്റേഷൻ ഒരു ഉത്തമ പരിഹാരമാണ്. ശ്വസന രീതി മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കും. എല്ലാവർക്കും മെഡിറ്റേഷനിലൂടെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.